ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഒരുപാട് ദൈവമക്കൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് നമ്മൾ അടുക്കും തോറും നമുക്ക് അധികമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കും. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ദൈവസന്നിധിയിൽ നമ്മുടെ വേദനകളും വിഷമങ്ങളൊക്കെ ഒത്തിരി പറയുന്നവരാണല്ലേ. അതിനേക്കാൾ ഉപരിയായിട്ടോ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ കർത്താവിനോട് നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്നവരും ഉണ്ട്. അല്ലാത്ത പക്ഷം വളരെയധികം വിഷമത്തിലോ സങ്കടത്തിലോ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തവരും ഉണ്ട്. അതൊക്കെ നമ്മുടെ തെറ്റല്ല. അതൊക്കെ മാനസികപരമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു സുവിശേഷ വേലയായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ദൈവത്തിലുള്ള ഏറ്റവും ആദ്യം വേണ്ടൊരു ഘടകമാണ് വിശ്വാസം. വിശ്വാസം കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം തോമസ് കർത്താവിനെ കണ്ടുകൊണ്ട് വിശ്വസിച്ചു. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് തോമസ് അവിടെ ഇല്ല. തോമസ് പറഞ്ഞു, എനിക്ക് കർത്താവിനെ കാണുക മാത്രം ചെയ്താൽ പോരാ, അവൻ്റെ മുറിവിൽ എനിക്ക് തൊടണം. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നീ എന്നെ കണ്ടതുകൊണ്ടല്ലേ വിശ്വസിച്ചത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുപോലെ നമുക്കറിയാം, രക്തസ്രാവക്കാരിയായിട്ടുള്ള യുവതി 18 വർഷത്തോളം രക്തസ്രാവക്കാരിയായിരുന്നു. അവളുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പലിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. മറ്റൊരു വിശ്വാസമാണ് നമുക്കറിയാം, അപസ്മാര രോഗിയായ ഒരു ബാലൻ. ആ ബാലനെ സൗഖ്യപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് പറ്റിയില്ല. അപ്പോൾ കർത്താവിനോട് ആ ബാലൻ്റെ അച്ഛൻ പരാതി പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഇവർക്കത് സാധിച്ചില്ല? എന്തുകൊണ്ട്? അതിനകത്ത് തന്നെ ഒരു ഉത്തരവുണ്ട്. കർത്താവ് പറയുന്നില്ലേ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചെന്ന് പതിക്കാൻ പറഞ്ഞാൽ അത് കടലിൽ ചെന്ന് വീഴും. അപ്പം എന്താണ് വിശ്വാസം? വിശ്വാസം നമ്മൾ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നത് വിശ്വാസമായിരിക്കാം, പക്ഷേ കാണാതെ നമ്മൾ വിശ്വസിക്കുന്നത്, അധികവും കാണാതെ അങ്ങനെയൊന്നും നമ്മുടെ ആത്മീയ തലത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒരു മറയ്ക്കപ്പുറത്ത് ദൈവം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാനും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം, അടിയുറച്ചൊരു വിശ്വാസം. എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൽ നിന്നും അകന്നു പോകാത്ത ഒരു വലിയൊരു ആത്മീയ വിശ്വാസം നമ്മളിൽ ഉണ്ടാവേണ്ട ആവശ്യമാണ്. ഈ വിശ്വാസം നമ്മളെ ദൈവവുമായിട്ട് ഭയങ്കര ആത്മബന്ധം ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, അവൻ്റെ എല്ലാ കൂദാശകളിലും അവനിലും അവൻ്റെ ഉയർപ്പിലും നിത്യജീവനിലും നമ്മൾ വിശ്വസിക്കുന്നു. അവൻ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാനായിട്ട് കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുമൂലം നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവനെയാണ് വലിയ കാര്യങ്ങളിൽ ദൈവം ഏൽപ്പിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് അല്ലേ? അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. രണ്ടാമതൊരു മേഖല എന്ന് പറയുന്ന അനുതാപമാണ്. അനുതപിക്കാത്ത ഒരു പാപിയെക്കുറിച്ച് സ്വർഗം എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അനുതാപം, കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ അനുദപിച്ച് കഴിഞ്ഞാൽ അതായത് നിസ്സാരമായിട്ടുള്ള ഒരു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്? ഇത് പിന്നെയും ആവർത്തിക്കുമ്പോഴോ അല്ലേ? ഇത് പിന്നെയും ആവർത്തിക്കുമ്പോൾ ഒരു വലിയൊരു മൺകൂന, നമ്മൾ കുറേ മണൽത്തരികൾ കൂട്ടിയിട്ടാൽ ഒരു കൂന പോലെയാകും. ഇതുപോലെയാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുഞ്ഞു തെറ്റുകൾ, ഇതൊന്നും സാരമില്ല, ഇതൊക്കെ ദൈവം പുറത്തോടെന്ന് കരുതി നമ്മൾ കുമ്പസാരിക്കില്ല, അനുദപിക്കില്ല. നമ്മൾ കൂട്ടി ഇങ്ങനെ വെക്കും. അപ്പോൾ അതെങ്ങനെയാവും? വലിയൊരു പാപത്തിലേക്ക് അത് നമ്മളെ ചെന്ന് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരിക്കലും
ചെറിയ ചെറിയ തെറ്റുകളാണല്ലോ എന്ന് കരുതി ദൈവം ഇത് ക്ഷമിക്കുമല്ലോ എന്ന് കരുതി വിട്ടുകളയാതെ നമ്മൾ അനുതാപത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. വളരെ അനുതപിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മൂന്നാമതായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചിട്ടാണ്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹ കൂടുതലായിട്ടും വ്യാഖ്യാനിക്കുന്നത്. നമുക്കറിയാം യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെ അടിസ്ഥാനമല്ലേ. പരിശുദ്ധ അമ്മ അല്ലേ, നമുക്കറിയാം അവർ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധം. ഈ കർത്താവ് എല്ലാവരോടും ഇടപഴകുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്നേഹം കൂടാത്ത ഒരു മനുഷ്യന് ഒരിക്കലും ദൈവത്തെ അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് കർത്താവ് പറയുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ അവരിൽ നിന്നും നമുക്കൊരു പക്ഷേ വെറുപ്പ് കിട്ടിയാലും ദൈവം നമ്മുടെ സ്നേഹത്തെ കാണുന്നുണ്ട്. അവൻ നമ്മളെ അതിനേക്കാൾ ഉപരി ഏറ്റെടുക്കും അല്ലേ. നമ്മുടെ ശത്രുക്കളോട് നമ്മൾ ക്ഷമിച്ചെങ്കിലാണ് നമ്മുടെ പാപങ്ങൾ പിതാവ് നമ്മളോട് ക്ഷമിക്കത്തുള്ളൂ. അവരെങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ് എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളെ ആദ്യം സ്നേഹിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹമുള്ളിടത്തേ സമാധാനം ഉണ്ടാകുള്ളൂ. സമാധാനം ഉള്ളിടത്തേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാം, വിശ്വസിച്ചാലാണ് പ്രത്യാശയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഏത് കഷ്ടതയും സഹനവും ഒക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു വലിയ മേഖല സ്നേഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഈ 3 ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്: വിശ്വാസം, അനുതാപം, സ്നേഹം. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 മേഖലകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണേ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന വേഗം കേൾക്കാൻ ഞാനും പ്രാർത്ഥിക്കാം.